അപ്പോ നമുക്ക് ചർച്ച തുടങ്ങാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത് UDSF ആണ്. അതുകൊണ്ട് UDSF ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾ ഭരിച്ചാലേ നടക്കൂ എന്നുള്ള മട്ടിൽ കലോത്സവം അലങ്കോലപ്പെടുത്താൻ SFI ശ്രമിച്ചതിന്റെ പരിണിത ഫലമാണിതെന്നാണ് KSUവിന്റെ വാദം. ഇതൊക്കെയാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. കേരളത്തിലെ മറ്റു യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റി യൂണിയനുള്ള ഭൂരിപക്ഷം SFIക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനിൽ കാലങ്ങളായിട്ട് ഉണ്ടാവാറില്ല. അതിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യവും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആയിക്കൊള്ളട്ടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം കലക്കിയോ ഇല്ലയോ ഞാൻ പറയുന്നു എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടുന്നേ. ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ കലോത്സവം നല്ല രീതിയിൽ നടക്കേണ്ടത് SFIയുടെ കൂടെ ആവശ്യമല്ലേ? നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവങ്ങളിൽ D-സോൺ കലോത്സവത്തിൽ കാലങ്ങളായി വിജയികളാകുന്ന നല്ല വിജയം നേടുന്ന സ്കിറ്റ് ഉൾപ്പെടെ നാടകം ഉൾപ്പെടെയുള്ള പരിപാടികളിലും മറ്റ് മുഴുവൻ വിജയം വരുമ്പോൾ കോളേജ് വിജയിക്കാറുള്ളത് SFI യൂണിയൻ വിജയിക്കുന്ന ക്യാമ്പസുകളല്ലേ? ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഏത് D-സോൺ എടുത്താലും C-സോൺ എടുത്താലും A-സോൺ എടുത്താലും B-സോൺ എടുത്താലും ഒക്കെ SFI യൂണിയൻ സാരഥ്യം വഹിക്കുന്ന ക്യാമ്പസുകളല്ലേ 1, 2, 3 സ്ഥാനത്തൊക്കെ മിക്കയിടങ്ങളിലും എത്താറുള്ളത്? അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. SFIയുടെ കൂടെ ആവശ്യമല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന് കീഴിലുള്ള കലോത്സവങ്ങൾ വളരെ കൃത്യമായി സംഘടിപ്പിക്കുകയുള്ളത്? ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യത്തിന്, അതായത് നിങ്ങളുടെ കേരളോർമ്മ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി മാരകമായ നിലയിൽ പരിക്കേൽക്കുന്ന വിധത്തിലുള്ള ആക്രമണം ഏറ്റുവാങ്ങുന്നതിന് മുൻപ് അവിടെ എന്തു നടന്നു എന്നാണ് ഇവിടെ ഷമ്മാസ് ചോദിച്ചത്. എല്ലാരും വിളിച്ചു. കലോത്സവത്തിന് ഒരു ശോഭ ഘടനം എന്നുള്ള മട്ടിൽ നിരന്തരമായി അവിടെ ആ സംഘാടകരെ കൊണ്ട് കലോത്സവം നടത്താൻ പറ്റാത്ത വിധത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയോ? ആ കാര്യത്തിലുള്ള മറുപടിയാണ് വേണ്ടത്. കാലിക്കറ്റ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ നിങ്ങൾ 2 സംഘടനകളിൽ മാറി മാറി ഭരിക്കോ ഭരിക്കാതിരിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യോ, അത് നിങ്ങളുടെ കാര്യം. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, SFIയെ സംബന്ധിച്ച് ഏത് കലോത്സവമാട്ടെ വളരെ ഭംഗിയോടുകൂടി നടക്കണമെന്നാണ് SFI താല്പര്യപ്പെടുന്നത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഇവിടെ ഇപ്പോ ഒന്ന് നോക്കൂ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ കലോത്സവത്തിന്റെ സംഘാടനത്തിന്റെ ക്രമീകരണം തന്നെ ശരിയല്ല. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. SFI ഇപ്പോ ഈ പറയുന്ന ഒരുപാട് കലോത്സവങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. SFI സാരഥ്യമുള്ള സമയത്തെല്ലാം SFI കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ പല ക്യാമ്പസിലും നടത്തിയിട്ടുണ്ടല്ലോ. അതിനൊന്നും ഇല്ലേ രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ക്യാമറ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.